വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷം? 38 വർഷം രോഗിയായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവനെ യേശു കണ്ടു. 38 വർഷം, ഒരുപാട് ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മുഴുവൻ ജീവിതം ഒന്നും ആകാതെ എങ്ങുമെത്താതെ പരാജയപ്പെട്ടവനെ പോലെ കിടക്കുകയാണ്. പക്ഷെ ഒരു അത്ഭുതമാണ്, അവനെ കാണാൻ യേശു അവിടെ ചെന്നു. അവനെ കാണാൻ, അവനെ സൗഖ്യമാക്കാൻ, അവനെ എഴുന്നേൽപ്പിക്കാൻ, അവൻ്റെ ലൈഫിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ യേശു അവൻ്റെ അടുത്തു ചെന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ അടുത്തു വരുന്ന ദിവസമാണ്. ദൈവം നിങ്ങളെ കാണാൻ വരുന്ന സമയമാണ്. എന്നെ കാണാൻ, തകർന്നിരിക്കുന്ന എന്നെ കാണാൻ, സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ കാണാൻ, വീണ് കിടക്കുന്ന എന്നെ കാണാൻ ഓരോ ദിവസവും ദൈവം വരുന്നുണ്ട്. ദൈവവചനത്തിലൂടെ ഈ കുളക്കരയിൽ കിടന്ന ഈ രോഗിയെ കാണാൻ യേശു വന്നു. എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണാൻ യേശു വരുന്ന സമയമാണ്. എന്നെ കാണാൻ ആരും വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരും കാണും. എനിക്ക് ആരും ഇല്ലല്ലോ, ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടോ? നിന്നെ കാണാൻ യേശു വരുന്നുണ്ട്. ദൈവവചനത്തിലൂടെ നിന്നെ കാണാൻ, വെറുതെ കണ്ടൊരു ഹായ് പറയാൻ മാത്രമല്ല, നിനക്കൊരു സൗഖ്യം നൽകാൻ, നിനക്കൊരു വലിയ വിടുതൽ തരാൻ യേശു നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എത്ര വർഷമാ പഴക്കമുള്ളതാകട്ടെ, എത്ര വർഷം പഴക്കമുള്ളതാകട്ടെ, എത്ര നാളുകളായി ഇതേ അവസ്ഥയിൽ തുടരുന്നൊരു സാഹചര്യമാകട്ടെ, മാറ്റം വരുത്താൻ ഒരു നിമിഷം മതി. മാറ്റം വരാൻ അധികം സമയമൊന്നും വേണ്ട, കുറച്ച് സമയം മതി. എനിക്കിന്ന് അങ്ങനെ തോന്നുകയാണ്. 38 വർഷം ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗി ചിന്തിച്ചിട്ടുണ്ടാകും ചിലപ്പം, എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ, പലരും സൗഖ്യമായിപ്പോയി, എൻ്റെ ഭാവി പോയല്ലോ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ, എന്നെ കാണാൻ പോലും ആരും വരുന്നില്ലല്ലോ, ഞാനൊരു തികഞ്ഞ പരാജിതനായി പോയല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചിന്തിച്ചാൽ പോലും ആ ചിന്തിച്ച വ്യക്തിയെ കാണാനും രക്ഷിക്കാനും യേശു അവിടെ ചെന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ, നിങ്ങളായിരിക്കുന്ന മുറിയിൽ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൽ, നിങ്ങൾ തകർന്ന് മനസ്സ് വേദനിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുവാണോ? നിന്നെ കാണാൻ യേശു വരുന്നുണ്ട്. നിന്നെ കാണാൻ യേശു വരുന്നുണ്ട്. കാണാൻ മാത്രമല്ല, ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ, ആ അവസ്ഥയിൽ നിന്ന് കൈപിടിച്ചു നിന്നെ ഒന്ന് ജീവിതത്തിലേക്ക്